കേരളത്തിലെ പ്രഗത്ഭരായ 3 മുഖ്യമന്ത്രിമാരെ സമ്മാനിച്ചതും കണ്ണൂരാണ്. ശ്രീ പിണറായി, ശ്രീ കരുണാകരൻ, ശ്രീ നായനാർ. അപ്പോൾ എന്തോ ഒന്ന് ഈ മണ്ണിൽ കിടപ്പുണ്ട്. ഇന്നൊവേഷൻ, പുതുതായി ഒന്നിലേക്ക് ഉദ്യമം ചെലുത്താനും ആ മണ്ഡലത്തിൽ പേരെടുക്കാനും ഉള്ള അഭിവാഞ്ച ഈ മണ്ണിൽ ഉറഞ്ഞു കിടക്കുന്നു. അതുകൊണ്ടായിരിക്കണം ബൈബിളിൽ അവർ പറഞ്ഞത്, മനുഷ്യ നീ മണ്ണാകുന്നു, ഈ മണ്ണിൽ എന്തുണ്ടോ അതാണ് നിങ്ങളിൽ പ്രതിഫലിക്കുന്നത്. ഒരതിശയമില്ല, രാമായണത്തിലെ സീത ജനിച്ചത് ജനക മഹാരാജാവ് നിലമുഴുതുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു. സീതയുടെ പരിത്യാഗ സമയത്തും ഭൂമി പിളർന്നാണ് സീത അപ്രത്യക്ഷയാവുന്നത്. എവിടെ നിന്ന് വന്നോ അവിടേക്ക് മടങ്ങുമ്പോഴും ഈ മണ്ണിനാണ് നിങ്ങളുടെ ഭാഗതയെ നിർണ്ണയിക്കാനുള്ള അപാരമായ ശക്തിയെന്ന് നമ്മുടെ പുരാണങ്ങൾ വരെ പറയുന്നു. ബൈബിളിലും അത് തന്നെ പറഞ്ഞിരിക്കുന്നു. തൗ ആർട്ട് സോയിൽ, മനുഷ്യ നീ മണ്ണാകുന്നു. മണ്ണിൽ നിന്ന് ജനിച്ച് മണ്ണിലേക്ക് പോകുന്നു. ആ മണ്ണിൽ വളർന്നവരാണ് ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്നവർ. കേരളം ഒരു പ്രിസണർ ഓഫ് സക്സസ് ആണ് എന്നൊരു വാക്ക് നിങ്ങൾ കേട്ട് കാണും. നമ്മൾ വിജയങ്ങളുടെ തടവറയിലേക്ക് നീങ്ങുകയാണോ? ഈ പ്രയോഗം എങ്ങനെ വന്നു? കേരള മോഡൽ ലോകപ്രശസ്ത ശാസ്ത്രജ്ഞന്മാരും അമേരിക്കൻ വൈസ് പ്രസിഡൻ്റായ അൽഗോറും ഒക്കെ പാടി പുകഴ്ത്തിയതാണ്. കേരള മോഡലിൻ്റെ അടിസ്ഥാന തത്വം എന്താണ്? അമേരിക്കയ്ക്ക് പോലും സ്വപ്നം കാണാൻ കഴിയാത്ത ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്. പ്രസവം കഴിഞ്ഞ് 1 വർഷത്തിനിടയിൽ 1000 കുട്ടികൾ എത്ര കുട്ടികൾ മരിച്ചു പോകുന്നു. ഇതാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി. കേരളത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി 1006 കുട്ടികളെ നമ്മൾ മരിക്കുന്നുള്ളൂ. അമേരിക്കയിൽ പോലും ഇത് 32ആണ്. ഇന്ത്യയുടെ ശരാശരി കണക്കെടുത്താൽ 28 പേരാണ് മരിക്കുന്നത്. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, പ്രസവത്തെ തുടർന്ന് അമ്മ മരിക്കുന്നത്, കേരളത്തിൽ അത് 19ആണ് 1,00,000-ൽ. ഇടയ്ക്ക് പറയട്ടെ, 1,00,000-ൽ കണക്കുകൾ പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരാശാനാണ്. 18-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം പറഞ്ഞു, 1,00,000 മനുഷ്യർ കൂടുമ്പോൾ അതിൽ ലക്ഷണമുള്ളവർ 1-2 അത് കഴിഞ്ഞ് 200 കൊല്ലം കഴിഞ്ഞിട്ടാണ് പാശ്ചാത്യ സ്റ്റാറ്റിസ്റ്റിക്സൊക്കെ പെർ 100,000 എന്നുള്ള കണക്ക് പ്രയോഗിച്ച് തുടങ്ങിയത്. അതിൻ്റെ പേറ്റൻ്റ് നമ്മൾ എടുക്കേണ്ടതായിരുന്നു. അത് എളുപ്പട്ടെ. അപ്പോൾ നമുക്ക് മരണനിരക്ക് 1,00,000-ൽ നമുക്കിപ്പോൾ 29ആണ്. പല രാജ്യങ്ങളും 134ഒക്കെയാണ്. അപ്പോൾ ഈ കൊച്ചു സംസ്ഥാനത്ത് ശിശുമരണനിരക്ക് 1000-ൽ 6, മാതൃമരണനിരക്ക് 1,00,000-ൽ 29. ആയുർദൈർഘ്യം, ആരെയും അതിശയിപ്പിച്ചുകൊണ്ട് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞതുപോലെ, വൃദ്ധന്മാർ ഒരു കൂട്ടം നിറഞ്ഞു ഭൂതലം തന്നിൽ, ചത്തുകൊള്ളുവതിനാർക്കും കഴിവില്ല കാലനില്ല. കാലനില്ലാത്ത പോലെ വൃദ്ധന്മാരുടെ ഒരു സംസ്ഥാനമായിട്ട് മാറുകയാണ് നമ്മൾ. ശരാശരി ആയുർദൈർഘ്യം പുരുഷന് 72 വയസ്സും സ്ത്രീക്ക് 77 വയസ്സുമാണെന്നാണ് ഇൻ്റർനെറ്റിലെ ആധികാരിക കണക്കുകൾ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇത് ഏതാണ്ട് 43-45 വയസ്സായിരുന്നു. ഒന്നോർത്ത് നോക്ക്, കഴിഞ്ഞ 70 കൊല്ലമായിട്ട് നമുക്ക് വന്നിരിക്കുന്ന 72 കൊല്ലമായിട്ട് നമ്മുടെ ആയുർദൈർഘ്യത്തിന് വന്നിരിക്കുന്ന വളർച്ച. അപ്പോൾ വളരെ ആകർഷണീയമായ ആയുർദൈർഘ്യം, ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക്, ഏറ്റവും കുറഞ്ഞ മാതൃമരണ നിരക്ക്, ഇതെല്ലാം വന്ന ഈ മോഡലിനെ അത്ഭുതാതരങ്ങളോടുകൂടി അമർത്യ സെൻ എന്ന നോബൽ പ്രൈസ് വിന്നർ, ഹാർവർഡിലെ എക്കണോമിക്സ് പ്രൊഫസറാണ്, അദ്ദേഹമാണ് ആദ്യം ചൂണ്ടിക്കാണിച്ചത്. തൊട്ടുപിറകെ അമർത്യ സെന്നിനോടുള്ള സ്നേഹാദരങ്ങളോടുകൂടി അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായ അൽ ഗോർ ഒരു പുസ്തകം എഴുതി, എർത്ത് ഇൻ ബാലൻസ്. അതിലൊരു പേജ് മുഴുവൻ കേരളത്തിനെ വാനോളം പ്രശംസിച്ചിരിക്കുകയാണ്. എങ്ങനെ ഈ കൊച്ചു സംസ്ഥാനം ഇൻഫൻറ്റ് മോർട്ടാലിറ്റിയും മെറ്റേണൽ മോർട്ടാലിറ്റിയും പിടിച്ചു നിർത്തി ആയുർദൈർഘ്യം വലിച്ചു നീട്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് സാമ്പത്തികമായ സ്വയം പര്യാപ്തത നേടുന്നതിന് മുൻപാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ലോകത്തെ എക്കോണമിസ്റ്റുകളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നത്. സാധാരണ ഇപ്പം സ്വീഡനിലോ നെതർലൻഡിലോ ഐസ്ലാൻഡിലോ ജപ്പാനിലോ ഒക്കെ നമുക്ക് മനസ്സിലാക്കാം, സാമ്പത്തികമായിട്ട് ഒരുപാട് മുന്നേറിയതിന് ശേഷം അവരുടെ ആയുർദൈർഘ്യം കൂട്ടി, ശിശുമരണ നിരക്ക് കുറച്ചു,
മെറ്റേണൽ മോർട്ടാലിറ്റി കുറച്ചു. ഇതങ്ങനെയല്ല. കേരളം ഒരു കാലത്തും സാമ്പത്തികമായി സ്വയം പര്യാപ്തത നേടാതിരുന്നൊരു ഒരു ചുറ്റുപാട് എങ്ങനെ ഈ നേട്ടങ്ങൾ കൈവരിച്ചു? ഇതാണ് കേരള മോഡൽ ഓഫ് ഹെൽത്ത് ഇൻ ഡിസൈഡ് നാം പാടിപ്പുകഴ്ത്തുന്നത്. ഇതിൻ്റെ കാരണം ഒരുപാട് തത്വങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും സ്ത്രീകളുടെ വിദ്യാഭ്യാസം നമ്മുടെ ആരോഗ്യരക്ഷാ പ്രവർത്തനങ്ങൾക്ക് ഒരു വലിയ ആക്കം സൃഷ്ടിച്ചു എന്ന തിരിച്ചറിവാണ്. ഇതിലൊരു അതിശയവുമില്ല. കണ്ണൂരിന് ലോകപ്രശസ്തി നേടിക്കൊടുത്തത് നമ്മുടെ സർക്കസ് താരങ്ങളാണ്. 1950കളിൽ ഗ്രേറ്റ് ഈസ്റ്റേൺ സർക്കസും കമല സർക്കസും ഒക്കെ കണ്ണൂരിൽ വന്നാണ് സർക്കസ് താരങ്ങളെ തിരഞ്ഞെടുത്തിരുന്നത്. നമ്മുടെ പെൺകുട്ടികൾ എത്ര ധൈര്യശാലികളും എത്ര കണ്ട് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണെന്ന് ഓർത്ത് നോക്കൂ. അന്നത്തെ കാലത്ത് സർക്കസിൻ്റെ കുത്തക ഈ കൊച്ചു ജില്ലയുടെ ജനിച്ചവർക്കായിരുന്നു. പിൽക്കാലത്ത് IPL ലീഗൊക്കെ വന്ന് കോടാനുകോടികൾ വാതുവെച്ച് നമ്മൾ പണം തട്ടുമ്പോഴും ക്രിക്കറ്റിൻ്റെ ഈറ്റില്ലം കണ്ണൂരാണ്. നാട് മുഴുവൻ ബേക്കറികൾ കൊണ്ട് നിറഞ്ഞപ്പോൾ നമ്മൾ ഓർക്കണമായിരുന്നു, കേരളത്തിലെ ആദ്യത്തെ ബേക്കറി വന്നതും കണ്ണൂരാണ്. കേരളത്തിലെ പ്രഗത്ഭരായ 3 മുഖ്യമന്ത്രിമാരെ സമ്മാനിച്ചതും കണ്ണൂരാണ്. ശ്രീ പിണറായി, ശ്രീ കരുണാകരൻ, ശ്രീ നായനാർ. അപ്പോൾ എന്തോ ഒന്ന് ഈ മണ്ണിൽ കിടപ്പുണ്ട്. ഇന്നൊവേഷൻ, പുതുതായി ഒന്നിലേക്ക് ഉദ്യമം ചെലുത്താനും ആ മണ്ഡലത്തിൽ പേരെടുക്കാനും ഉള്ള അഭിവാഞ്ച ഈ മണ്ണിൽ ഉറഞ്ഞു കിടക്കുന്നു. അതുകൊണ്ടായിരിക്കണം ബൈബിളിൽ അവർ പറഞ്ഞത്, മനുഷ്യ നീ മണ്ണാകുന്നു, ഈ മണ്ണിൽ എന്തുണ്ടോ അതാണ് നിങ്ങളിൽ പ്രതിഫലിക്കുന്നത്. ഒരതിശയമില്ല, രാമായണത്തിലെ സീത ജനിച്ചത് ജനക മഹാരാജാവ് നിലമുഴുതുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു. സീതയുടെ പരിത്യാഗ സമയത്തും ഭൂമി പിളർന്നാണ് സീത അപ്രത്യക്ഷയാവുന്നത്. എവിടെ നിന്ന് വന്നോ അവിടേക്ക് മടങ്ങുമ്പോഴും ഈ മണ്ണിനാണ് നിങ്ങളുടെ ഭാഗതയെ നിർണ്ണയിക്കാനുള്ള അപാരമായ ശക്തിയെന്ന് നമ്മുടെ പുരാണങ്ങൾ വരെ പറയുന്നു. ബൈബിളിലും അത് തന്നെ പറഞ്ഞിരിക്കുന്നു. തൗ ആർട്ട് സോയിൽ, മനുഷ്യ നീ മണ്ണാകുന്നു. മണ്ണിൽ നിന്ന് ജനിച്ച് മണ്ണിലേക്ക് പോകുന്നു. ആ മണ്ണിൽ വളർന്നവരാണ് ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്നവർ. ഇനിയൊരു കാലഘട്ടത്തിൽ പ്രിസണർ ഓഫ് സക്സസ് എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആയുർദൈർഘ്യം കൂട്ടി, ശിശുമരണ നിരക്ക് കുറച്ച്, മാതൃമരണ നിരക്ക് കുറച്ച്, വെന്നിക്കൊടി പാറിച്ച വിജയികൾ ഇപ്പോൾ ഒരു തടവറയിലേക്ക് നീങ്ങുകയാണ്. ഏതാണ് ഈ തടവറ? വാർദ്ധക്യസഹജമായ രോഗങ്ങൾ. വാർദ്ധക്യസഹജം എന്ന് പറയുമ്പോൾ ജീവിതശൈലീ രോഗങ്ങളാണ് നമ്മളെ പിടിച്ചുലർത്തുന്നത്. ഡയബറ്റീസ് ഇന്ത്യയുടെ തലസ്ഥാനമായിട്ട് മാറുകയാണ് കേരളത്തിലെ ഡയബറ്റീസ് ഇൻസിഡൻസ്. ക്യാൻസർ, ബ്ലഡ് പ്രഷർ, സ്ട്രോക്ക്, ഒബീസിറ്റി എല്ലാം ഇവിടെ കൂടുകയാണ്. അതിലൊന്നിനെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്, ക്യാൻസർ. ഇന്ത്യയിൽ ഏറ്റവും അധികം ക്യാൻസറുള്ള സംസ്ഥാനം എന്ന അപഖ്യാതി കേരളം നേടിയെടുത്തിരിക്കുന്നു. ഇന്ത്യയിലെ ശാസ്ത്രലേഖനങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ പറയുന്നുണ്ട്, കേരളത്തിൽ എങ്ങനെയാണ് ഇത്രയധികം ക്യാൻസർ വർദ്ധിക്കുന്നതെന്ന്. ഉദാഹരണമായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ, ലങ് ക്യാൻസർ, കോളോൺ ക്യാൻസർ, റെക്ടൽ ക്യാൻസർ, ഇതെല്ലാം ഇവിടെ കൂടുകയാണ്. എന്തുകൊണ്ട്? ഇവിടെയാണ് പ്രിസണർ ഓഫ് സക്സസ് എന്നുള്ള വാക്കിന് പല അർത്ഥതലങ്ങൾ വരുന്നത്. നിങ്ങളുടെ ആയുസ് വർദ്ധിക്കുന്നിടത്തോളം നിങ്ങൾ പ്രായമാകും തോറും നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു വരുന്നു. അതുകൊണ്ടാണ് കോവിഡ് വന്നപ്പോൾ പറഞ്ഞ് വൃദ്ധജനങ്ങൾക്കാണ് മോർട്ടാലിറ്റി കൂടുതലെന്ന്. കുട്ടികൾ കുറച്ച് പേരെ മരിച്ചുള്ളൂ, ചെറുപ്പക്കാർക്കും വലിയ കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾക്ക് പ്രായം ചെല്ലും തോറും നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു വരുന്നു. സദാ നമ്മുടെ ശരീരത്തിൽ കോശങ്ങൾ വിഭജിക്കുമ്പോൾ ചില കോശങ്ങൾ താന്തോന്നികളായി മാറുന്നു. അവ കൂട്ടം തെറ്റിമേയുന്നു. ആനക്കാര്യം പറയുമ്പോൾ നമ്മൾ ധരിക്കാറുണ്ട്, കൂട്ടം തെറ്റിയ ആനയാണ് സൂക്ഷിക്കേണ്ടതെന്ന്. കൂട്ടത്തിൽ മേയുന്ന ആന വലിയ അപകടകാരിയല്ല. കൂട്ടം തെറ്റി മേയുന്ന ഒരാനയുണ്ടോ അവൻ അപകടകാരിയാണ്. ആ താന്തോന്നിയാണ് അപകടകാരി. ഇതുതന്നെയാണ് ക്യാൻസറിൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. ക്രമാനുഗതമായി വളർന്ന് വികസിച്ച് വികസനം നിർത്തേണ്ട സമയത്ത് നിർത്താതിരുന്നു കഴിഞ്ഞാൽ അത് ക്യാൻസറായിട്ട് മാറുന്നു. അതിന് കാരണം ആ കൂട്ടത്തിൽ നിന്നും ഒരു സെല്ല് കൂട്ടം തെറ്റി
താന്തോന്നിയായി പോകുന്നു. ആ സെല്ലുകൾക്ക് മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അവ ക്രമാതീതമായി നിയന്ത്രണാതീതമായി പെറ്റുപെരുകുന്നു. ഇതുകൊണ്ടാണ് ഒരു സ്ത്രീയുടെ സ്ഥാനത്തിൽ ബ്രസ്റ്റിൽ 1/2 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു ട്യൂമർ ഉണ്ടാകാൻ ഒരു പക്ഷേ 1.5 വർഷം എടുത്തുന്നിരിക്കും. കാരണം ഒരു സെല്ല് 2 ആവണം, 2 4 ആവുന്നു, 4 16 ആവുന്നു, 16 256 ആവുന്നു. ഇങ്ങനെയാണ് വിഭജിക്കുന്നത്. ഇങ്ങനെ വിഭജിക്കുന്ന ഓരോ സെല്ലിനും മ്യൂട്ടേഷൻ സംഭവിക്കുന്നു. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ മട്ടുമാറുകയാണ്. തുടക്കത്തിലുണ്ടായിരുന്ന അടിസ്ഥാന ശിലകളെല്ലാം മാറ്റി എഴുതിക്കുന്നു. ഇതുകൊണ്ടാണ് നമ്മൾ ആദ്യം എടുക്കുന്ന ട്യൂമറിനെ ഓപ്പറേറ്റ് ചെയ്ത് ഭേദപ്പെടുത്തിയാലും അവിടെ നിന്ന് സ്ഥാനം തെറ്റി മറ്റ് സ്ഥലങ്ങളിൽ താവളമുറപ്പിച്ചവയെ നമുക്ക് പിടിച്ചടക്കാൻ കഴിയുന്നില്ല. അതിമനോഹരമായി ഈ തത്വം പറഞ്ഞത് മലയാളത്തിലെ ഒരു കവിയായ NN കക്കാടാണ്. കക്കാടിന് ക്യാൻസർ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ക്യാൻസർ എന്ന മുഴ ഒരു ചിതൽപുറ്റ് പോലെയാണ്. ചിതൽപുറ്റിനെ നമുക്ക് തൂമ്പ കൊണ്ട് വെട്ടിമാറ്റാം, അതല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് അലിയിച്ച് കളയാം, റേഡിയേഷൻ. അല്ല, തീയിട്ട് കളയാം, അതാണ് റേഡിയേഷൻ. അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് അലിയിച്ച് കളയാം, കീമോതെറാപ്പി. എന്ത് ചെയ്താലും അവിടെ നിന്നൊരു ചെതൽ തെന്നി മാറിയിട്ടുണ്ടെങ്കിൽ അവൻ മറ്റൊരു സ്ഥലത്ത് ചെന്ന് വേറൊരു ചിതൽപുറ്റുണ്ടാക്കും. അതിമനോഹരമായ കാവ്യസങ്കല്പം. വളരെ വളരെ ശരിയാണ്. ഇതുകൊണ്ടാണ് കൊച്ചു ട്യൂമറായിട്ട് തുടങ്ങിയ ഒരു ക്യാൻസർ ഒരു മനുഷ്യൻ്റെ ജീവൻ അപഹരിക്കാൻ കെൽപ്പുള്ള ഒരു മഹാവിപത്തായി മാറുന്നത്. ഇതുകൊണ്ടാണ് നമ്മളിപ്പോൾ ക്യാൻസറിനെ നേരത്തെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളിലേക്ക് തിരിയുന്നത്.